ടീച്ചറെ, ഇങ്ങനെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യാതിരുന്ന എന്നാൽ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഹൃദ്യം. ഈ ഹൃദ്യം പദ്ധതിയെ അട്ടിമറിക്കാൻ ചിലരുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും എനിക്ക് അതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഞാൻ അപർണയോട് പറഞ്ഞല്ലോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിനെ കുറിച്ച്. അതിൽ SDG അനുസരിച്ച് ഞങ്ങളിവിടെ ഒരു 10-23 ഗോൾ പ്രഖ്യാപിച്ചിരുന്നു. അതിലൊന്ന് ശിശു മരണ നിരക്ക് കുറക്കലാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ജപം നടത്തിയത് കൊണ്ട് കുറയില്ലല്ലോ. അപ്പോൾ ഞങ്ങളതിൻ്റെ കാരണം കണ്ടുപിടി. കേരളത്തിൽ ശിശു മരണ നിരക്ക് ഉണ്ടാവാനുള്ള നിരവധി കാരണങ്ങൾ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ജനിച്ച ഉടനെ തന്നെ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ് മൂലം മരണപ്പെടുന്ന കുട്ടികളുണ്ട്, മറ്റു പല കാരണങ്ങളുണ്ട്. അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിൽ കുറേയും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞിൻ്റെ ആദ്യത്തെ 1000 ദിനങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഒരു 10-30% കുട്ടികൾ മരണപ്പെടുന്നത് ജനിതകമായിട്ടുള്ള ഹൃദയവൈകല്യം കൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ യുവ ഡോക്ടർമാരെ അവരെല്ലാം ഡോക്ടർ ശ്രീഹരിനെ പോലുള്ള ഡോക്ടർമാരെ എല്ലാം വിളിച്ചു. അവരോട് ചർച്ച ചെയ്തു, നമുക്ക് ഇത് പരിഹരിക്കാൻ കുറച്ച് ഊന്നൽ കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണം, എന്താ ചെയ്യാൻ പറ്റുമോ? അപ്പോഴാണ് ഡോക്ടർ ശ്രീഹരി പറഞ്ഞത് നമുക്കൊരു പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാക്കാം. പൈസ ഉണ്ടാവുമോ? അത് എന്നെ ചുമൽ അതിനുള്ളൊരു സാധ്യതയുണ്ട്, നമുക്കൊരു കുറച്ച് പണം ഈ പ്രത്യേക പ്രോജക്റ്റിനായിട്ട്. പക്ഷേ ഇപ്പോൾ സ്വകാര്യ ഹോസ്പിറ്റലിൽ മാത്രമേ ഈ ഓപ്പറേഷനുള്ളൂ. ഇത് ജനിച്ച് 2 ആഴ്ചക്കുള്ളിൽ മിക്കവാറും ഓപ്പറേഷൻ നടത്തേണ്ടി വരും. കാത്തിരുന്നാൽ കുറച്ച് കോംപ്ലിക്കേഷനിലേക്ക് പോകും, കുട്ടികൾ മരിച്ചു പോകും. അപ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് സെക്ടറിൽ ഓപ്പറേഷൻ ഇല്ല. അപ്പോൾ പറഞ്ഞു നമുക്ക് അവരെ വിളിച്ചിട്ട് മേഡം ഒന്ന് സംസാരിക്കുവാണെങ്കിൽ അവരുമായിട്ട് ടൈപ്പായിട്ട് അവരോട് ബാർഗെയിൻ ചെയ്തിട്ട് ഇത് കുറപ്പിക്കണം, ഗവൺമെൻറ് റേറ്റിൽ ചെയ്യണം എന്നവരോട് പറയണം. അങ്ങനെ അന്ന് അമൃത, അതുപോലെ തന്നെ മറ്റേ ലിസി ഹോസ്പിറ്റൽ, ബിലീവേഴ്സ് ചർച്ച്, ആസ്റ്റർ മിംസ്, ഇവരുടെ എല്ലാം ആളുകളെ നമ്മൾ വിളിച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തു തരണം. സാധാരണഗതിയിൽ 6 ലക്ഷം വരെ ആകുന്ന ഓപ്പറേഷൻ നമ്മൾ അവരോട് പറഞ്ഞു അത്രയും പറ്റില്ല, അത്യാവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങാനും ഉള്ള മിനിമം ഫീസ് ചെയ്യുന്നവർക്ക് കൊടുക്കാനും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു തുക. അങ്ങനെയാണ് 6 ലക്ഷം വരെ ആകുന്ന ചില ഓപ്പറേഷൻ 1 ലക്ഷത്തിനൊക്കെ നമുക്ക് ചെയ്തു തന്നു. ചിലത് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ അതിനേക്കാൾ കുറയും. അവർ സമ്മതിച്ചു, തീർച്ചയായിട്ടും ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ എംപാനൽ ചെയ്ത് നല്ലൊരു പേരും കൊടുത്തു, ഹൃദ്യം. അതിന് പ്രത്യേക ടീം ഉണ്ടാക്കി, അതിൽ ഒരു ആപ്പ് ഉണ്ടാക്കി. എന്നിട്ട് അതിൽ എല്ലാ ഹോസ്പിറ്റലുകളും അവയർനെസ് കൊടുത്തു. ഡെലിവറി പോയിന്റുകളിലാകെ ജനിക്കുന്ന കുട്ടികൾക്ക് കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം, ഉണ്ടെങ്കിൽ ആർദ്രത്തിൽ രജിസ്റ്റർ ചെയ്യണം. അത് അവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ഇവിടെ അതിൻ്റെ സ്ഥിരം ടീമുണ്ട്, 24 hours എന്ന് പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലായ ഉടനെ തന്നെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികളെ ഞങ്ങൾ ആംബുലൻസ് അയച്ച് ആ കുട്ടികളെ എടുത്ത് ഏത് ഹോസ്പിറ്റലാണ് എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ കാസർഗോഡ് അങ്ങേ ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ ആസ്റ്റർ മിംസ് ആണെങ്കിൽ അവിടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് സൗകര്യം അമൃതയിലുണ്ടെങ്കിൽ അമൃതയിൽ അപ്പോൾ ഈ ടീം തന്നെ വിളിച്ചോളും. എന്നിട്ടെല്ലാം കാത്ത് ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്, പിന്നെ കുട്ടികളുടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ കുട്ടിയെ അവിടത്തേക്ക് എത്തിക്കുന്നത്. അത് ഈ ഹാർട്ട് പോകുന്നത് പോലെ ചില കമൻട്രി ഒക്കെ ചിലർ നടത്തിയിരുന്നു ആ കാലത്ത്, കുട്ടിയെ കൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് സുഖപ്പെട്ടാൽ അവരെ കൂട്ടി അവരുടെ വീട്ടിലേക്ക് എത്തിക്കും ആംബുലൻസ് ഞങ്ങളുടെ വാഹനത്തിൽ. അപ്പോൾ ഇത് ഒരു വലിയ ഉപകാരമായിട്ട് ആളുകൾക്ക് വന്നു. ഇപ്പോൾ 6000-നടുത്ത് കുട്ടികളുടെ ഓപ്പറേഷൻ ചെയ്തു. ഞാൻ അവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ 4000-ലേറെ കുട്ടികളുടെ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞിരുന്നു. ബാക്കി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു കുറേ. അപ്പോൾ അതുകൊണ്ട് ഫലമുണ്ടായി. കേരളത്തിൽ 2016 ശിശുമരണ നിരക്ക് 12 ഔട്ട് ഓഫ് 1000 ലൈവ് ബർത്താണ്. 1000 പ്രസവത്തിന് 12. 2020 ഈ ഒരു ഹൃദ്യം മാത്രമല്ല, കുറേ ഞാനത് വിശദീകരിക്കുന്നില്ല, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി വന്നപ്പോൾ ടീം വർക്കിൻ്റെ ഫലമായിട്ട് തന്നെ ശിശുമരണ നിരക്ക് 1000-ന് 5.4 കുറഞ്ഞു. 12-ൽ നിന്ന് പകുതിയായി കുറയുക, പകുതിയിലും താഴെ കുറയുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ അപ്ലോഡ് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അവിടെ സെൻട്രൽ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ മറ്റ് സ്റ്റേറ്റ് മിനിസ്റ്റർമാർ അവർക്ക് പിന്നെ അങ്ങനത്തെ കുശുമ്പൊന്നുമില്ല, അവർ നിർലോഭം കൈയടിക്കും നമ്മളേതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ. മിനിസ്റ്റർമാരും പിന്നെ ആരോഗ്യമന്ത്രി JP നഡ്ഡ ആയാലും പിന്നീട് വന്നിട്ടുള്ള ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ആയാലും അവരെല്ലാം ഞങ്ങളെ അഭിനന്ദിച്ചു ആ കാര്യത്തിൽ. അപ്പോൾ അത്രയും മാറ്റം ഉണ്ടാക്കിയത് അത് ചില ചാനലുകാരിങ്ങനെ എന്നെ വല്ലാതെ രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ ഇത് മുൻപേ തുടങ്ങിയ ഒരു പരിപാടി KK ശൈലജ വന്നപ്പോൾ പിന്നെ സ്വകാര്യവൽക്കരിച്ചു, സ്വകാര്യ ആശുപത്രിയെ ഏൽപ്പിച്ചു എന്നെല്ലാം പറഞ്ഞിട്ടൊരു വലിയ പ്രചരണം.
ഞാൻ ആദ്യം ഒന്നും മിണ്ടാൻ പോയില്ല ഇങ്ങനെ. പക്ഷേ ഇതിങ്ങനെ തുടരുന്ന സമയത്ത് ഞാൻ അതിൽ റിപ്പോർട്ടർ ചാനലിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്തൊരു നല്ല പരിപാടി തകർക്കരുത് കേട്ടോ. ഒരുപാട് കുട്ടികളുടെ ജീവൻ രക്ഷിച്ച ഇപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഞാൻ സ്വകാര്യവൽക്കരിക്കുകയല്ല, ഉള്ളടത്തേക്ക് കുട്ടികളെയും കൊണ്ട് പോവുക ചെയ്ത്. അവിടെ നിന്നിട്ടുമില്ല. ഞാനുള്ള സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലും അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും SATയിലും ചൈൽഡ് സർജറി വിഭാഗത്തിൽ പിന്നെ അത് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തി മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് നേരത്തെ നല്ല പരിചയമുള്ള ഡോക്ടർമാരുള്ള അമൃത പോലുള്ള സ്ഥലത്ത് നമ്മൾ അയക്കാറുണ്ട്. അത് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം മനസ്സിലാവാതെ എന്തെങ്കിലും മനുഷ്യനെ അപഹസിക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആ സ്റ്റൈല് കുറച്ച് മാറി കൊടുത്തതിൻ്റെ. പിന്നെ രക്ഷിതാക്കൾ ഏറ്റെടുത്തു, അവരേറ്റെടുത്തു. അത് ഞാൻ ഒരു മനുഷ്യനെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എനിക്കറിയില്ല ഏതൊക്കെ അന്ന് പരിചയപ്പെടുന്നു, എൻ്റെ കൂടെ അവർ ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതാരൊക്കെ എവിടെ നിന്ന് വന്നവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് വലിയ തോതിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ കുട്ടി ജീവിച്ചിരിക്കുന്നത് ആ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായ ചില പോസ്റ്റുകളൊക്കെ ഇനി ഈ പദ്ധതി എങ്ങാനും നിങ്ങൾ കാരണം നിർത്തലാക്കിയ ഞങ്ങളായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയ രീതിയിൽ വിമർശനമൊക്കെ എന്തിനു വേണ്ടെന്ന് അറിയില്ല എനിക്ക്. ഞാനാണെങ്കിൽ അവരുടെ ഒന്നും ഒരു ശത്രുവല്ല ഈ പറഞ്ഞ ആളുകളുടെ. എന്തിനു വേണ്ടിയായിരുന്നു അവരെന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മാധ്യമപ്രവർത്തകരെ വലിയ രീതിയിൽ മാപ്ര എന്ന് വിളിക്കുന്നുണ്ട്. എന്താ തോന്നുന്നു ടീച്ചറെ? എല്ലാവരെയും ഇടയ്ക്ക് വിളിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം എൻ്റെ ഒരു അനുഭവം പറയാം. മാധ്യമപ്രവർത്തനത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള ആരെങ്കിലും ഒന്ന് ഇടപെട്ടിട്ട് വേറൊരാളെ വീഴ്ത്തണമെന്ന് പറഞ്ഞാൽ അവരെ കൊല വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സ്വാധീനിക്കലാണ്. ഇപ്പോൾ ഇന്നയാളെ ഒന്ന് ശരിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അവർക്കെതിരായിട്ട് വല്ലാതെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനങ്ങനെ എല്ലാവരും കുറ്റക്കാരാണ്. കാരണം നിപയുടെ സമയത്ത് എനിക്കൊരു ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു. അത് കോഴിക്കോടെ മാധ്യമപ്രവർത്തകരാണ്. അവർ വന്ന് എന്താണിതെന്ന് അന്വേഷിച്ചു. ആദ്യത്തെ ദിവസം വലിയ തോതിൽ ഇത് റിപ്പോർട്ട് ചെയ്തു. ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കഥകൾ എഴുതരുത്, ജനങ്ങൾ തെറ്റിദ്ധരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് 4 മണിക്ക് ഞങ്ങൾ മീറ്റിംഗ് ഇരിക്കും. അന്നത്തെ ദിവസം ചെയ്തത് പരിശോധിക്കും, നാളെ ചെയ്യാനുള്ളത് തീരുമാനിക്കും. അപ്പോൾ അന്ന് 5:30-ക്കോ 6 മണിക്കോ, 6 മണിക്ക് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അരമണിക്കൂർ നേരത്തെ ആക്കണം, 5:30ക്ക് ബ്രീഫിംഗ് ഉണ്ട്. ഞാനവിടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ അഭാവത്തിൽ ഹെൽത്ത് ഡയറക്ടർ ചെയ്യും. അല്ലാണ്ട് ആര് പറയുന്നതും നിങ്ങൾ കേൾക്കണ്ട. ഞങ്ങൾ പൊതുവായിട്ടൊരു തീരുമാനം എടുത്ത് നിങ്ങളോട് പറയും. ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കില്ല. നിങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കാം, ഞങ്ങളതിന് മറുപടി പറയും. അവർ എൻ ബ്ലോക്കായിട്ട് സഹകരിച്ചു. ഒരാളും ഇതിനെക്കുറിച്ച് വേറെന്തെങ്കിലും കഥകൾ എഴുതാനോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റപ്പെടുത്താനോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറയാനോ, ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അവർ പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ആളുകൾ കരുതിയിരിക്കാനുള്ള അവയർനെസ് കൊടുത്തു. വലിയ തോതിൽ ചില വാർത്തകൾ അവർ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇങ്ങനെ കോവിഡ് വന്നാൽ കോഴിയിറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിയാണോ? അപ്പോൾ ഒരു വിദ്വാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. ഞങ്ങൾ പോലീസ് വഴി അവനെ പിടികൂടിയപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞത്, അതായത് കോഴിയിറച്ചിക്ക് ലേശം വില കുറയട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ നിഷ്കളങ്കമായിട്ട് ചെയ്തതാണ്. പക്ഷേ അതുപോലും ഇല്ലാതിരിക്കാൻ മീഡിയ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ മീഡിയയോട് നന്ദിയുണ്ട് അക്കാര്യത്തിൽ. കോവിഡ് കാലത്തും ഇല്ലയെന്ന് ഞാൻ പറയില്ല, ചിലർ കോവിഡിൻ്റെ അന്ന് 2020 വരെ മരണം വളരെ കുറവായിരുന്നു. നമ്മുടെ ക്വാറന്റൈൻ, ഐസൊലേഷൻ, ബ്രേക്ക് ദ ചെയിൻ പരിപാടി ഇതൊക്കെ കൊണ്ട്, അല്ലാണ്ട് നമ്മളെന്തെങ്കിലും മാതൃക തന്നെ വീശി കാണിച്ചതല്ലല്ലോ. നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ചിലർ പറഞ്ഞു മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല, എന്തോ മിനിസ്റ്റർ തടസ്സപ്പെടുത്തുന്നു, മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞിട്ട്. അന്ന് പേര് വെച്ച് മരണം പറയുന്ന സമയമാണ് 2020. ഞാൻ എന്നിട്ട് അത്തരം മീഡിയ പേഴ്സൺസിന് എനിക്കറിയുന്നവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി വിവരം? അപ്പോൾ ഇന്ന പേരുള്ളത് ഒരു പത്രം പേരടക്കം കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറഞ്ഞു ഇത്രയും പേര് കോവിഡായിട്ട് മരിച്ചിട്ടുണ്ട്, എല്ലാം പേരുണ്ട്, നിങ്ങൾ എന്തേ അത് രജിസ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയില്ല? അവർ കടലാസെല്ലാം എടുത്തിട്ട് വന്നിട്ട്, മാഡം ഇത് ഡൗട്ട് തോന്നിയിട്ട് സസ്പെക്റ്റബിളായിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം മാറ്റി വെച്ചതാണ്. പക്ഷേ രണ്ടാമത്തെ ദിവസം കൂടുതൽ വിശദമായി ടെസ്റ്റ് ചെയ്ത് കോവിഡാന്ന് ഉറപ്പിച്ചത് മുഴുവൻ ഈ റിപ്പോർട്ട് ചെയ്ത 16 എണ്ണത്തിൽ 2 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം പിറ്റേന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നുമായിട്ട് മരണത്തിൻ്റെ ലിസ്റ്റ് ചേർത്തിട്ടുണ്ട്. 2 എണ്ണം ഒന്ന് ആത്മഹത്യയായിരുന്നു. ആത്മഹത്യ അന്ന് ലിസ്റ്റ് ചേർക്കേണ്ടതായിരുന്നു നിർദ്ദേശം. പിന്നെ അതും കൂടി ചേർക്കണം എന്ന് വന്നിട്ടുണ്ട്.
മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് വന്ന് കയറുമ്പോഴേക്ക് തന്നെ മരിച്ചിരുന്നു. അവരങ്ങനെ തന്നെ തിരിച്ചുപോയി. വന്നൊന്ന് നോക്കി കുറച്ച് കഴിയുമ്പോഴേക്ക് മരിച്ചു പോയിരുന്നു. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് മരിച്ച് അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തതുമാണ്. അതും നമ്മൾ ഒഴിവാക്കിയിരുന്നു. ബാക്കി മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞ് പിറ്റേന്ന് ഞാൻ അതേ പത്രത്തിന് കുറിച്ച് കൊടുത്തു. ഈ പേരുകാർ മുഴുവൻ അടുത്ത ലിസ്റ്റിലുണ്ട്, പരിധി നോക്കിയാൽ അറിയാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യത്തെ വാർത്ത വലിയ വണ്ട കേഷെടുത്ത് കൊടുത്തു, മറുപടി ഒരു ചെറിയ കോളത്തിലും കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പത്രത്തിനൊന്നും ഞാൻ കുറ്റം പറയില്ല. അവർ നല്ലത് ചെയ്ത കാര്യം അഭിനന്ദിച്ചുകൊണ്ട് എഡിറ്റോറിയലടക്കം എഴുതിയിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം ഞാൻ ഇരിക്കുമ്പം തന്നെ, ചത്തുപോയ ഒരാൾ നല്ലത് പറയും പോലെ ഇരിക്കുമ്പം പറയില്ല എന്ന് ചിലർ പറയും. പക്ഷെ പറഞ്ഞിരുന്നു, കുറ്റവും പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ടീച്ചർ ഇങ്ങനെ നമുക്കറിയാമല്ലോ, കോവിഡിൻ്റെ സമയത്തൊക്കെ തന്നെ ഈ സംസ്ഥാന സർക്കാർ, എനിക്ക് തന്നെ അറിയാം, വിദേശത്തു നിന്നുള്ള എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ തന്നെ നമ്മളെ കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തെക്കുറിച്ച് വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ടീച്ചറെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് അന്നത്തെ KPCC അധ്യക്ഷൻ പോലും ആ ഒരു റോക്ക് സ്റ്റാർ ഡയലോഗൊക്കെ ടീച്ചർ എങ്ങനെയാണ് എടുത്തത്? വിഷമം തോന്നിയോ? ഇല്ല, ഈ മുല്ലപ്പള്ളി ഞാനൊക്കെ വ്യക്തിപരമായിട്ട് നല്ല സൗഹൃദമുള്ള ആളുകളാണ്. കാരണം അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്ന് മത്സരിച്ചിട്ട് കുറേ തവണ ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ദേഷ്യം വന്നു കേട്ടോ. അന്ന് എനിക്ക് വിഷമം തോന്നി ശരിക്കും. റോക്ക് സ്റ്റാർ മിനിസ്റ്റർ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ മാറിപ്പോകുന്ന, അല്ലെങ്കിൽ വേണ്ടാത്ത വിഷയവും പറയുന്ന ഒരു രീതി ആയിപ്പോയല്ലോ. അത് എന്തറിഞ്ഞിട്ട് ഇങ്ങനെ പാടുപെട്ട് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അഭിനന്ദിച്ചിട്ടില്ലെങ്കിൽ വേണ്ടില്ല. അത് ഈ ഗാർഡിയൻ പത്രമല്ല നമ്മൾ വിളിച്ചു പറഞ്ഞാൽ കൊടുക്കാൻ നിൽക്കുക പറഞ്ഞ ഇല്ല. ഗാർഡിയനിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അത്ഭുതം. എന്നെ തന്നെയാണോ വിളിച്ചതെന്നുള്ള മട്ടിൽ ഞാൻ ചോദിച്ചു, എന്താ ആരാ? അത് ഗാർഡിയൻ ഒരു ഇൻ്റർവ്യൂ ആഗ്രഹിക്കുന്നുണ്ട് മിനിസ്റ്റർ. എല്ലാവരും വിളിക്കുമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആരോഗ്യമന്ത്രിമാർ, ഇപ്പം മഹാരാഷ്ട്രയിലെ രാജേഷ് തോപ്പെ, കർണാടകയിൽ സുധാകർ, പിന്നെ അതുപോലെ ഗോവയിലെ ആരോഗ്യമന്ത്രി, BJP-യിലെ എവിടെ ഭരിക്കുന്നത്, എല്ലാവരും വിളിച്ചിട്ട് മേഡം അവിടെ എന്താ ചെയ്യുന്നത്, ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര സൗഹൃദമായിരുന്നു. നമുക്കങ്ങനെ രാഷ്ട്രീയ വ്യത്യാസം ആ സമയത്തില്ലല്ലോ. മരണത്തിന് മുമ്പിൽ എന്ത് രാഷ്ട്രീയ പോര്? ഇത് വന്നാൽ മരിച്ചു പോകും, മരിക്കാതിരിക്കാനുള്ള മരണക്കളിയല്ലേ നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ഗാർഡിയനിൽ നിന്ന് ലോറ സ്പിന്നി ഇൻ്റർവ്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നു. അപ്പോൾ അതിൻ്റെ സമയമൊക്കെ നിശ്ചയിച്ചു. ഞാൻ ഇൻ്റർവ്യൂ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞില്ല. കാരണം നമ്മളിവിടെ ചെയ്യുന്നത് അവരോട്, ഇപ്പോൾ അവരുടെ അടുത്ത് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നമുക്കും കേൾക്കാമല്ലോ. അതുകൊണ്ട് അന്ന് ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. BBC ആയാലും അതുപോലെ മറ്റേ അൽ ജസീറ ആയാലും ഇങ്ങനെ ഒരു ശൈല ടീച്ചറെ അവർക്കൊന്നും നേരത്തെ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. പക്ഷേ ശൈല ടീച്ചർ അല്ലല്ലോ വിളിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഒരു ചെറിയ പ്രദേശത്ത് ഒരു ക്രൈസിസ് വന്നപ്പോൾ ആ ഗവൺമെൻറ് അതിനെ ഡീൽ ചെയ്യുന്നു. ശൈല ടീച്ചറോ ആരോഗ്യവകുപ്പ് മാത്രമല്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, പിന്നെ ഒരു മന്ത്രിസഭയുടെ ആകെ ഇടപെടലുണ്ട്, ഒരു പോളിസി ഉണ്ട്. അതെന്താണെന്നറിയാനാണല്ലോ വിളിക്കുന്നത് തന്നെയാണ്. കാരണം ഞാനാണ് ആരോഗ്യമന്ത്രി. ആ സ്ഥാനത്ത് ഞാനല്ല വേറൊരാളാണെങ്കിലും അവരല്ലേ വിളിക്കുകയുള്ളൂ. അപ്പോൾ ലോറ സ്പിന്നിയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞതുപോലെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവർ വളരെ പ്രശസ്തയാണ്. ലോറ സ്പിന്നി 1918 പിന്നെ ഫ്ലൂ ബാധിച്ച സമയത്ത്, ലോകമഹായുദ്ധത്തെ തുടർന്ന് ആ ഘട്ടത്തിലുണ്ടായിരുന്ന ഫ്ലൂ ഉണ്ടല്ലോ, ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ. അപ്പോൾ ആ ഫ്ലൂ ബാധിച്ച സമയത്ത് അതിനെക്കുറിച്ച്, ആ ഫ്ലൂവിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു പുസ്തകം വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു അവർ. വളരെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് ലോറ സ്പിന്നി. അപ്പോൾ അവരാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എനിക്ക് അല്പം പേടിയില്ലാണ്ടില്ല. കാരണം ഞാനങ്ങനെ ഇൻ്റർനാഷണൽ മീഡിയയോടൊന്നും അങ്ങനെ ഈ മന്ത്രിയാവുന്നവരുമായി സംസാരിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ലാണ്ട് നമ്മുടെ ഒരു ക്യാൻവാസ് അത്ര ചെറുതായിരുന്നല്ലോ, അങ്ങനെ വെളിയിലേക്കൊന്നും ഉള്ളതല്ലല്ലോ. അപ്പോൾ ഞാൻ വളരെ സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂവിന് ഇരുന്നു. പക്ഷെ അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അവരങ്ങനെ നമുക്കൊരു പറയാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആവശ്യത്തിനല്ലേ നമ്മൾ പറയുക. മന്ത്രി ആയതിനു ശേഷം ഞാൻ കുറച്ച് പറഞ്ഞ് തുടങ്ങിയത്. കാരണം ഇവരോടെല്ലാം സംസാരിച്ച് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും പോലെ ഇരിക്കും ദൈനംദിനമായിട്ട്. പിന്നെ നമുക്ക് വിഷയത്തെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടെങ്കിലേ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഗ്രാഹ്യമില്ലാത്ത വിഷയത്തെക്കുറിച്ച് ഏത് ഭാഷയെ പറഞ്ഞാലും പാടും. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് അതിലൊരു പ്രയാസം തോന്നിയില്ല. അങ്ങനെ അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാനതിന് മറുപടി പറഞ്ഞു. അപ്പം ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടൊരു വാചകം പറഞ്ഞു. അന്ന് 2020 മാർച്ച് ഏപ്രിൽ അങ്ങാറ്റേ ആയിട്ടുള്ളൂ. ജനുവരിയിലാണ് കോവിഡ് വരുന്നത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഏർലി സ്റ്റേജിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളുടെ സ്ട്രാറ്റജി ഇതാണ്. ഞങ്ങൾ ബ്രേക്ക് ദ ചെയിൻ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫെക്ഷനെ ബ്രേക്ക് ചെയ്യാം
അതിൻ്റെ തരംഗത്തിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി. ഞങ്ങളുടെ ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി ത്രെഷോൾഡ് വൈറസിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ മേലെ നിർത്തുക എന്നുള്ളതാണ്. അതായത് ഹെൽത്ത് സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്ത് വൈറസ് എത്ര കൂടിയാലും നേരിടാനുള്ള സ്ട്രെങ്ത് ആർജിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർമാരോട് പറയും, 500 കേസ് വന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ അഡ്മിറ്റ് ചെയ്യും. നിങ്ങൾക്ക് 5000 കേസ് വരുന്നു എന്ന് കരുതുക, നിങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് ആശുപത്രികളെല്ലാം ചൂണ്ടിക്കാണി ഇത്ര ബെഡ് ചെയ്യും. നിങ്ങൾക്ക് 50,000 കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉയ്യോ, കണ്ണു തള്ളിപ്പോവും. ഇല്ല, തള്ളരുത്. അതുകൊണ്ട് നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ചെല്ലുക, പഞ്ചായത്തുകളുമായി ബന്ധപ്പെടുക, എന്നിട്ട് കോവിഡിൻ്റെ ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഇപ്പം തന്നെ കണ്ടുവെക്കുക. അത് വർദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒരു ഹോസ്പിറ്റൽ നിറയുന്നതിന് മുമ്പ്, അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ 100 ബെഡ് ഫുള്ളായിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാനല്ല, ഇവിടെ 50 ഫിൽഡ് ആയാൽ നിങ്ങളുടനെ തന്നെ ഒരു 100 ബെഡ് വേറെ ഉണ്ടാക്കിക്കൊള്ളണം. നോക്കൂ, ഈ പ്ലാനിങ് ആണ്. അതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി. പിന്നെ അത് ഹെൽത്ത് സിസ്റ്റം കപ്പാസിറ്റി സ്ട്രോങ് ആക്കുക. ഓക്സിജൻ്റെ കാര്യത്തിൽ ഞങ്ങളത് ചെയ്തിരുന്നത്. നാളെ ഓക്സിജൻ ഷോർട്ടേജ് വരും, ഇപ്പോഴില്ല, ഇപ്പം പേഷ്യൻസിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ ഓക്സിജൻ പ്രൊഡക്ഷൻ അവരെ വിളിച്ചു, നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇത്രയുണ്ട്, എത്ര ഇവിടെ തരുന്നുണ്ട്, എത്ര വെളിയിൽ കൊടുക്കുന്നുണ്ട്, ഇത്ര കണക്ക് പറഞ്ഞു. എന്നാൽ അത് മതിയാവില്ല, എന്താ വർദ്ധിപ്പിക്കാൻ സാധ്യത? അപ്പോൾ പറഞ്ഞു ഒരു പിന്നെ പ്രോജക്റ്റ് അത് ഒരു പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്, അത് പൂർത്തിയാക്കിയിട്ടില്ല. അത് ബിൽഡപ്പ് ആയാൽ അവിടെ നമുക്ക് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാം, ഒന്ന് അടിയന്തരമായി തുടങ്ങിക്കോളൂ. അപ്പോൾ ബാക്കിയില്ല ഓക്സിജൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊടുക്കാമല്ലോ ആവശ്യമുള്ളവർക്ക്. പക്ഷേ കേരളത്തിന് ആവശ്യം വരും. ഇത് അങ്ങനെ സ്പ്രെഡിങ് ആണ് വൈറസ്. അങ്ങനെ പറഞ്ഞ് നമ്മൾ ആ ഒരു പ്ലാനിങ് ആണ് ഞാൻ ലോറ സ്പിന്നിയോട് സംസാരിച്ചത്. അവരതെല്ലാം എഴുതിയെടുത്ത് ഈ ഗാർഡിയൻ പത്രത്തിൻ്റെ ഒരു പേജ് മുഴുവൻ കൊടുക്കുന്ന ഞാൻ സ്വപ്നേവി കരുതിയോ? എവിടെയെങ്കിലും ഒരു ചെറിയ ന്യൂസ്, അങ്ങനെയാണല്ലോ ഇവിടെ പതിവ് നമ്മുടെ നാട്ടിൽ. എല്ലാം 2 മണിക്കൂർ ഇൻ്റർവ്യൂ എടുത്തിട്ട് അവസാനം പത്രം നോക്കുമ്പോൾ അതിൻ്റെ മൂലയിൽ ചെറുതായിട്ട് ശൈല ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ടാവും. ഗാർഡിയനിൽ ഇത് വന്നു, അവരെനിക്കതിൻ്റെ പേജൊക്കെ അയച്ചു തന്നപ്പോൾ ഞാൻ അന്തം വിട്ടു. അയ്യോ, ഇത് എന്താ കഥ ഇത്? പറഞ്ഞു ഒന്നും മോശമല്ല, വളരെ വ്യക്തതയുള്ള. ഇത് കണ്ടപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ വിളിക്കാൻ തുടങ്ങി. അയ്യോ ടീച്ചർ ഗാർഡിയൻ. അവിടെ UK മലയാളികളൊക്കെ പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ശൈല ടീച്ചറെ ചിത്രം ഗാർഡിയനിൽ വന്നിരിക്കുന്നു. അല്ല, സ്വാഭാവികമായിട്ടേ നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ സമൂഹത്തിൽ നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്മുടെ സ്വന്തമാണ് ഒരു വളരെ പ്രധാനപ്പെട്ട മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ വളരെ നിറഞ്ഞു നിൽക്കുന്നു. അവരിൽ കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് കക്ഷിരാഷ്ട്രീയമൊന്നുമില്ല വെളിയിൽ പോയപ്പോൾ. ഞാൻ ടീച്ചറെ, ഞാൻ നിങ്ങളുടെ പാർട്ടിക്കാരനൊന്നല്ല കേട്ടോ, പക്ഷേ അത്ഭുതം ഗാർഡിയനിൽ വന്നിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ തലകുത്തി മറിയല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വെൽഡൺ ടീച്ചർ, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു സപ്പോർട്ടായിരുന്നു. അത് മതി. ജീവിതത്തിൽ അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ചു എന്നുള്ളതാണ് ഇതിനെ നേരിടുന്നതിനിടയിൽ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മാത്രം അറിഞ്ഞ് ഒടുങ്ങാനുള്ള കാര്യമേ ഉള്ളൂ. അത് വന്നു. അപ്പോൾ പിന്നെ എന്തായി, ഇതെന്തോ PR വർക്കാണ്. അതാണ് ഇദ്ദേഹം പറഞ്ഞത്, ഭയങ്കര PR വർക്കാണ്. പിന്നെ ഗാർഡിയനിലൊക്കെ എഴുതിച്ചിരിക്കുന്നു. ഗാർഡിയനിൽ ആര് വിചാരിച്ചാൽ അവർ എഴുതുമൊന്നുമില്ല. എന്നിട്ടാണ് പറഞ്ഞത്, തലവാചകം കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുന്നു ഞാൻ, കേരളാസ് റോക്ക് സ്റ്റാർ മിനിസ്റ്റർ കൊറോണ വൈറസ് ലെയർ. അപ്പോൾ പറഞ്ഞു, ഇത് കണ്ടില്ലേ, റോക്ക് സ്റ്റാർ മിനിസ്റ്റർ, റോക്ക് ഡാൻസർ എന്ന് പറഞ്ഞിരിക്കുന്നു മിനിസ്റ്റർ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ആകമാനം ബഹളായി. ഞാൻ പക്ഷേ അദ്ദേഹത്തോട് ഉള്ളുകൊണ്ട് ഞാൻ അങ്ങനെ എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ല. അദ്ദേഹം അതിനൊരു തമാശയുണ്ട്. അത് ഈ റോക്ക് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. റോക്ക് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര, അതായത് ഒരു ഭയങ്കര എനർജറ്റിക് എന്നൊക്കെയാണ് അതിന്റെ ഉദ്ദേശിച്ചത്. പുള്ളി റോക്ക് ഡാൻസർ നായിപ്പോയി. എന്തൊക്കെ പറയട്ടെ ഞാൻ വിചാരിച്ചു. നമുക്കൊരു ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ഇത് വരുമല്ലോ, മതി എന്തെങ്കിലും പറയട്ടെ. അറിയുന്ന ആളുകൾക്ക് അറിയാം, അറിയാത്ത ആളുകൾക്ക് പറഞ്ഞാലും അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, അദ്ദേഹത്തിന് ഫാമിലിയൊക്കെ ആയിട്ട് കുറേ കഴിഞ്ഞിട്ട്, എത്രയോ കഴിഞ്ഞ് എൻ്റെ മിനിസ്ട്രേഷിപ്പ് അവസാനിക്കുന്നതിൻ്റെ അടുത്താണ് ഞാനൊരു ദിവസം, അല്ലാതെ കഴിഞ്ഞായിരുന്നു ഓർമ്മയില്ല, MLA ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫും മോളും ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. അവരിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ശൈല ടീച്ചറെ ഞങ്ങൾ ഇന്ന ആളാന്ന്. അപ്പോൾ എനിക്ക് ഫാമിലിക്കൊന്നും അങ്ങനത്തെ, ഞങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അത്രയേ ഉള്ളൂ. അത് അങ്ങനെ വെറുപ്പ് വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ടീച്ചറോട് അങ്ങനെ പ്രത്യേകിച്ചതൊന്നുമല്ല, ഞാൻ പിന്നെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിന് അങ്ങനെ KPC അധ്യക്ഷനായിരുന്നല്ലോ ആ സമയത്ത്. ഈ പിന്നീട് ഉള്ള കാര്യം, ടീച്ചർ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്ന സമയത്ത് KK ശൈലജ വീണ്ടും മിനിസ്റ്ററായി എത്തും. കാരണം പ്രത്യേകിച്ച് ഈ നിപ, കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരികളെ നിയന്ത്രിക്കാനും അതിനെ നേരിടാനും ഒക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാന മുഖമായി KK ശൈലജയെ അവതരിപ്പിച്ചിരുന്നില്ല. KK ശൈലജ അങ്ങനെ ആയിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത്
ടീച്ചർ മിനിസ്ട്രിയിൽ ഉണ്ടാകുമെന്ന് കരുതുകയും അതില്ലാതായിരിക്കുകയും ചെയ്തപ്പോൾ വലിയ രീതിയിൽ നിരാശ ഒരു വലിയ വിഭാഗത്തിനുണ്ടായിരുന്നു. ടീച്ചർക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ നിരാശ ഉണ്ടായി എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ചിലപ്പോൾ അങ്ങനെ കരുതിയിട്ടുണ്ടാവാം. കാരണം ഒരു വലിയ കോവിഡ് പാൻഡമിക്കിൻ്റെ ഒരു പശ്ചാത്തലമായതുകൊണ്ട് തന്നെ ഞാനല്ലല്ലോ, ഒരു മിനിസ്ട്രിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ആരോഗ്യ പ്രശ്നം ആയതുകൊണ്ട് ആ വകുപ്പിൻ്റെ തലപ്പത്ത് ഞാനാണ്. അത് ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മിനിസ്റ്ററാണ് അതിനകത്ത് ഉണ്ടാവുക. ഇനി ആരോഗ്യമന്ത്രി ഞാനല്ലെങ്കിൽ ആ മന്ത്രിയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ബൈ ചാൻസ് ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ചിലർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ അതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം പാർട്ടി ഒരു തീരുമാനം എടുത്തത് അടുത്ത മിനിസ്ട്രിയിൽ എല്ലാവരും പുതുതായിരിക്കട്ടെ എന്നുള്ളതാണ്, മുഖ്യമന്ത്രി ഒഴികെ. ബാക്കി എല്ലാവരും അടുത്ത മിനിസ്ട്രിയിൽ എല്ലാവരും പുതുതാവട്ടെ എന്ന് പറഞ്ഞാൽ ശൈല ടീച്ചർ മാത്രം അവിടെ നിർത്താൻ പറ്റുമോ? എന്നേക്കാൾ വളരെ പ്രഗത്ഭനല്ലേ തോമസ് ഐസക്ക്. മത്സരിച്ചിട്ടേ ഇല്ലല്ലോ അദ്ദേഹം. ആരാണ് ആ മിനിസ്ട്രിയിൽ? എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തകരായിരുന്നു. പക്ഷെ അവരാരും മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാം മത്സരിപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കിയിരുന്ന സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുമായിരുന്നു, അയ്യോ ഞാൻ ഇത്രയും പണിയെടുത്തിട്ടും എന്നെ മാത്രം ഒഴിവാക്കിയല്ലോ എന്നുള്ളത് തോന്നാം. അതല്ല, അവരാരും ഇല്ല, പിന്നെ ഞാൻ മാത്രം അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ എന്താ അർത്ഥം? അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും യാതൊരു നിരാശയുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിയ ഒരു കാര്യം പൂർത്തിയാക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. പിന്നീട് ഞാൻ ആ പാഠവും പഠിച്ചു. അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു പ്ലാനിങ് തുടങ്ങും, അതും പൂർത്തിയാക്കണം തോന്നും. അടുത്തത് തുടങ്ങും, അതും പൂർത്തിയാക്കണം തോന്നും. അപ്പോൾ അതിന് അന്തം ഉണ്ടാവില്ല. എവിടെ വെച്ചായാലും ഒന്ന് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അത് നേരത്തെ ആയി, ഏർലി ആയി. അപ്പോൾ അതും എനിക്ക് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പുതിയ പ്രത്യേകിച്ചും വീണ ജോർജ് എന്ന് പറയുന്ന മിനിസ്റ്റർ, പുതിയ ഹെൽത്ത് മിനിസ്റ്റർ വരുന്ന സമയത്ത് കെ ശൈലജയെ വെച്ചാണ് എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോഴും കെ ശൈലജ എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഹെൽത്ത് മിനിസ്റ്ററെ വെച്ചുകൊണ്ടാണ് വീണ ജോർജ് എന്ന് പറയുന്ന പുതിയ ഹെൽത്ത് മിനിസ്റ്ററെ കമ്പയർ ചെയ്യുന്നത്. വീണ ജോർജിൻ്റെ വലിയ ഭാരം അല്ലെങ്കിൽ വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. വീണ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. അവരും എന്നെ പോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ ദീർഘനാളത്തെ പരിചയമില്ലെങ്കിലും രാഷ്ട്രീയ രംഗത്ത് അവർ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വീണയെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നു വരാൻ. ഞാൻ മഹിളാ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കൊല്ലത്ത് ഒരു സെമിനാറിന് മാധ്യമപ്രവർത്തകയായിരുന്നു വീണ. അയ്യോ ഞാനെന്ത് പറയും ടീച്ചർ അവിടെ വന്നിട്ട് അങ്ങനെ നോക്കാം. ഞാൻ പറഞ്ഞ മീഡിയയിലൊക്കെ ഇരുന്ന് പറയും പോലെ പറഞ്ഞാൽ മതി. അപ്പോൾ വീണ പറഞ്ഞു മീഡിയയിൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പറയുന്നതാണ്, പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെയും വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നല്ല പ്രസംഗം, ചെറിയ സമയം 10-15 മിനിറ്റ് നന്നായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, സമൂഹത്തിനകത്തൊരു ശൈല ടീച്ചർ മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ. ഉത്തരവാദിത്തം കിട്ടിയാൽ എല്ലാവരും ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നോക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും തോന്നിയിട്ടില്ല. വീണ ജോർജിന് അങ്ങനെ ഒരു ഭാരം ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. കാരണം നേരത്തെ ഞാൻ വരുമ്പോൾ തൊട്ടപ്പുറത്ത് UDFൻ്റെ മിനിസ്ട്രി ആയിരുന്നു. അപ്പോൾ ആ ഒരു താരതമ്യം മീഡിയ സാധാരണയായിട്ട് ചെയ്യാറില്ല. പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പുതിയതല്ലേ, ഞാൻ വരുമ്പം ഇന്നല്ലേ ഞാൻ ഈ പറഞ്ഞ പോലെ ഗാർഡിയൻ പത്രത്തിലൊക്കെ വന്നിട്ട് ലോകം അറിഞ്ഞത്. ഞാൻ അറിയാണ്ട് ഫെയിം ഒന്നും പറഞ്ഞൂടാ, പക്ഷേ എല്ലായിടത്തും ആ കോവിഡ് കാലത്ത് ഞാൻ എല്ലാ രാജ്യവും നോക്കാറുണ്ട്, അവിടെ എന്ത് സംഭവം. അതുപോലെ അവരെല്ലാ രാജ്യവും നോക്കും, കേരളത്തിൽ നടക്കുന്ന അവർ പ്രത്യേകിച്ച് നോക്കും. അല്ല, ടോപ്പ് 12 ഈ ലോകത്തെ സ്വാധീനിച്ച ടോപ്പ് 12 സ്ത്രീകളിൽ ഒരാളായിരുന്നു ജസീന്തയ്ക്കും ആഞ്ചലിന മെർക്കലിനും ഒക്കെ. അപ്പോൾ അത് എന്നെ അത്ഭുതപ്പെടുത്തിയ വിഷയങ്ങളാണത്. കാരണം ജസീന്ത ആർഡൻ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. ആ പള്ളിയൊക്കെ ആക്രമിച്ച സമയത്ത് മൂപ്പര് തലയിലൊരു തുണി, ചില സ്വന്തം മതമല്ല, മറ്റൊരു മതമാണ്, പക്ഷേ അങ്ങനെ മതത്തിനൊന്നും പ്രസക്തിയില്ല എന്ന് കാണിച്ചുകൊണ്ട്, വളരെ യുവതിയാണ്, എന്നെക്കാളൊക്കെ പ്രായം കുറവാണ്, യുവതിയാണ്, അവർ ഒരു സന്ദേശം കൊടുത്തില്ലേ ജനങ്ങൾക്ക്. അതിലൊന്നും കാര്യമില്ല. അവർ അവരുടെ അടുത്ത് പോകുമ്പോൾ അവരെ പോലെ തലയിലൊരു തുണിയൊക്കെ ഇട്ടുകൊണ്ടാണ്, മറച്ചുകൊണ്ടാണ് അവരുടെ ഇടയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ജസീന്തക്ക് അവിടെ അവരുടേതൊരു അയർലൻഡ് രാഷ്ട്രമാണെന്ന് പറയാം. അപ്പോൾ അവർക്ക് മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള പോക്കുവരവൊക്കെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു രാജ്യമല്ല കേരളം, ഇന്ത്യയുടെ ഒരു കുഞ്ഞ് സംസ്ഥാനമാണ്. ഇവിടെയാണെങ്കിൽ ഇത് കുഞ്ഞായിക്കോട്ടെ, ഇതിൻ്റെ പ്രശ്നം വളരെ വലുതാണ്. കാരണം ഇത്രയധികം എക്സ്പാട്രിയേറ്റ്സ് ഉള്ളൊരു സ്ഥലം ലോകത്തൊരിടത്തുണ്ടാവില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളിയുണ്ട്. ഏത് ഭാഗത്ത് കോവിഡ് വന്നാലും അടുത്ത വിമാനം പിടിച്ച് കോവിഡ് ഇങ്ങോട്ട് വരും, ഉറപ്പാണ്. അങ്ങനെ വന്നിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളല്ലേ വന്നത്. അപ്പോൾ ഇവിടെ വെന്തുരുകയായിരുന്നു. ഞങ്ങൾക്ക് കുറേ വൾണറബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന്, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഇന്ത്യയുടെ ശരാശരി 430.
ന്യൂസിലാൻഡിലൊക്കെ പോപ്പുലേഷൻ വളരെ കുറവാണ്, ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ പേടിക്കേണ്ട ഒരു ഇടം ആയിരുന്നു നമ്മുടേത്. എനിക്ക് തോന്നുന്നു വിലയിരുത്തൽ നടക്കുമ്പോൾ ഇതൊക്കെ നന്നായി പണിയെടുത്ത രാഷ്ട്ര തലവയാണ്, എന്നെ അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ടതല്ല. പക്ഷേ ഇത്ര തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഏറ്റവും അധികം ഓൾഡ് ഏജ് പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്ത് കാലാവസ്ഥാപരമായിട്ട് ഇൻഫെക്ഷ്യസ് ഡിസീസിന് നല്ല പകരാനുള്ള സാഹചര്യമുള്ള ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ എങ്ങനെ നമ്മളതിനെ നിയന്ത്രിച്ചു? ഫസ്റ്റ് വേവ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലാറ്റൻ ചെയ്തു. 25,000 കേസ് വരുന്നതിന് 11,000 കയറിയപ്പോൾ നമ്മളതിനെ പിടിച്ച് താഴേക്ക് കൊണ്ടുവന്നു. അന്നാണ് ബ്രേക്ക് ദ ചെയിൻ തുടങ്ങിയത്. സെക്കൻഡ് വേവ് തുടങ്ങുമ്പോഴും അതിൻ്റെ പീക്ക് നമ്മൾ ഡിലേ ചെയ്ത് കൊണ്ടുവന്നു. ഓൾ ഓഫ് എ സഡൻ കയറിയാൽ ഓൾ ഓഫ് എ സഡൻ മരിച്ചു പോകും. പീക്ക് ഡിലേ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലാഭം കിട്ടും. അത് ഹെൽത്ത് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണ്. ബ്രീത്തിങ് സ്പേസ് നമുക്ക് കിട്ടും. ആ ബ്രീത്തിങ് സ്പേസ് സൃഷ്ടിച്ചുകൊണ്ടാണ്, അത് ഇൻറ്റൻഷനലായിട്ട് ചെയ്ത കാര്യമാണ്. ഇടപെട്ട് ക്വാറൻറ്റൈൻ ചെയ്ത ആളുകളെ മാറ്റി നിർത്തിയും മാസ്ക് ധരിപ്പിച്ച് കൈ കഴിവിച്ച് ഈ ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറച്ച് നിർത്തും. പതുക്കെ മാത്രം കയറാൻ വിടുക. തീരെ കയറണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല, കാരണം ഇത് അഞ്ചാതി വൈറസാണ്. അപ്പോൾ ആ ഒരു ബ്രീത്തിങ് സ്പേസിലാണ് ഓക്സിജൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയത്, ബെഡുകൾ ഉണ്ടാക്കിയത്, ഐസൊലേഷൻ വാർഡുകൾ കൂടുതൽ ഉണ്ടാക്കിയത്, വെന്റിലേറ്ററുകൾ വാങ്ങി സ്ഥാപിച്ചത്. ഇതിന് നമുക്കൊരു സ്പേസ് കിട്ടി. അപ്പോൾ അതാണ് ലോകം പരിശോധിച്ചത്. എല്ലാ മേഖലയിൽ നിന്നും ഇവിടെ പരിശോധിക്കാൻ ആളുണ്ടല്ലോ, ഒരുപാട് ഏജൻസികളുണ്ടല്ലോ. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ജസീന്ത ആർഡൻ അടക്കമുള്ള ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഈ ചെറിയ കേരളത്തിൻ്റെ 4 അതിരുകൾക്കപ്പുറം ആർക്കും ഒരു തരത്തിലും അറിയപ്പെടാത്ത എന്നെ അതിൻ്റെ അകത്ത് പിടിച്ചിട്ടത്. അങ്ങനെയാണ് അത്. ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഞാൻ എപ്പോഴും പറയും, എനിക്ക് കിട്ടിയ ഓരോ അവാർഡും ഈ ടീമിനുള്ളതാണ്. ആ ടീം വർക്ക്, അത് വെറുതെ ആലങ്കാരികമായിട്ട് ടീം വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ ഒരു ചരടിലിണക്കി കോർത്ത പോലെ ഒരു മിഷണറിയായി നിർത്താൻ നമുക്ക് കഴിയുമ്പോഴേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ബേർഡൻ ഉണ്ടാവേണ്ടതില്ല. സ്പേസ് എല്ലാവർക്കും ഉണ്ട് ചെയ്യാൻ. അതുകൊണ്ട് ശൈലജ ടീച്ചർക്ക് ശേഷം വന്നയാൾ എന്നുള്ള അതുണ്ടാവേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി കെ ശൈലജ മാറുമോ? ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഒരു സ്റ്റേറ്റിന് ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. അവിടെ സംവരണമൊന്നും കൊടുക്കേണ്ട ഇടമല്ലത്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിലനിൽപ്പുള്ള പുരുഷന്മാരെക്കാൾ കൂടുതൽ സാധ്യതയും സമയം ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സ്ത്രീ ആ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഇവരെക്കാളും സാധ്യത കുറഞ്ഞവരാണെന്നൊക്കെ തോന്നുന്നൊരു ഘട്ടത്തിൽ അത്തരം ആളുകൾ ഏറ്റെടുക്കേണ്ട കീ പോസ്റ്റാണത്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ട്. കഴിഞ്ഞ 4 മിഷനുകൾ പ്രഖ്യാപിച്ചു. ഇപ്പം നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അപ്പോൾ ഒരു വനിതാ സംവരണം മാത്രം പറഞ്ഞുകൊണ്ട് ആ മുഖ്യമന്ത്രിയല്ല ഈ സ്ത്രീയാണെന്നുള്ളതെന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ എന്നെ ചൂണ്ടിയിട്ടുള്ള ആ വർത്തമാനത്തിന് ഞാൻ ചെവി കൊടുക്കാറില്ല. ഇനിയിപ്പോൾ കുറച്ച് രാഷ്ട്രീയം, കുറച്ച് രാഷ്ട്രീയം ഒറ്റ ചോദ്യമുള്ളൂ. വരാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തി നിൽക്കുന്നു. വല്ലാത്തൊരു സാഹചര്യം രാജ്യമെമ്പാടും തന്നെയുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് വലിയ രീതിയിൽ ആശങ്കയോടുകൂടി മതേതര വിശ്വാസികളൊക്കെ തന്നെയും നോക്കിക്കാണുന്നൊരു സമയമാണ്. കെ ശൈലജ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലെ ഒരു അംഗമാണ്. അപർണക്കറിയാം, ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്ഥാനാർത്ഥികളെ നേരത്തെ കാണില്ല. ഇനി രഹസ്യമായി വെക്കണം എന്ന് പറയുന്നൊന്നുമല്ല, കാണാറില്ല. എന്നിട്ട് ആ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ പോയിട്ട് ആളുകളെ കണ്ടോളൂ എന്നൊന്നും പറയുന്ന ഏർപ്പാട് മറ്റു ചില പാർട്ടികളിലുണ്ട്. നിങ്ങൾ മത്സരിക്കും, നിങ്ങൾ പോയിട്ട് ആളുകളെല്ലാം കണ്ടോളൂ, നോക്കി വെച്ചോളൂ എന്നൊക്കെ പറയും. ഞാൻ ഇപ്പോൾ കുറേ വർഷമായല്ലോ, 77 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ്. ഇന്നത്തെ തീയതി വരെ നേരത്തെ സ്ഥാനാർത്ഥിനെ ചൂണ്ടി പാർട്ടി നേതാക്കൾ ആരെങ്കിലും നിങ്ങളാണ് സ്ഥാനാർത്ഥി, പോയിട്ടെല്ലാം നോക്കിക്കോ എന്ന് പറയുന്ന ഏർപ്പാടില്ല. അതൊരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഔട്ട്പുട്ടാണ്. കുറേ പേരുകൾ വെച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓരോ മണ്ഡലത്തിൽ ഒരു പേര് മാത്രമല്ല, ഒരുപാട് പേരുകളൊക്കെ വെച്ച് ചെയ്യുമ്പം പാർട്ടി കമ്മിറ്റികൾക്കകത്ത് എല്ലാവരും അഭിപ്രായം പറയും. അപ്പോൾ ചിലപ്പോൾ ഇന്ന മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥിയാണ് നല്ലത്, അവിടെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞ് തീരുമാനമായിട്ട് വരുമ്പോൾ മാത്രമേ സ്ഥാനാർത്ഥിയാവുള്ളൂ. ഇവിടെ അങ്ങനെയുള്ള ഒരു ചർച്ചയും തുടങ്ങിയിട്ടില്ല ഒരു മണ്ഡലത്തിലും. അതുകൊണ്ട് മാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ കാണുന്നത് അത് CPM-നകത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ എന്തായാലും വളരെ വിശദമായി സംസാരിച്ചു, അരമണിക്കൂർ വിചാരിച്ച് തുടങ്ങിയതാണ്. അതെ 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 അതെ. അപ്പോൾ വളരെ സന്തോഷം ടീച്ചറെ. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും. ഇന്റർനാഷണൽ ഫെയിമായി നിൽക്കുന്ന ടീച്ചർ അത് കഴിഞ്ഞു. അത് കുറച്ച് കാലത്തേക്കുള്ള ഒരു കാര്യമാണ്. ഞാൻ ആ സ്ഥാനത്തൊന്നും പോയി, ഇന്റർനാഷണൽ ആയിട്ടുള്ള ആ ശ്രദ്ധയും പോയി. അതുകൊണ്ട് ഇനി ആരും അതിങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അന്നുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനിയും നമ്മൾ കാണും. തീർച്ചയായിട്ടും കാണും അപർണ. താങ്ക് യു അപർണ. അപർണ നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട് ഈ സമൂഹത്തിൽ. വളരെ ബോൾഡായിട്ട് അത് ചെയ്യാം. താങ്ക് യു താങ്ക് യു ഡിയർ. താങ്ക് യു ഡിയർ. ഓക്കെ.